നമസ്കാരം. ജീവിതത്തിൽ എങ്ങനെ വിജയം നേടാം, അതിനുപകരിക്കുന്ന 5 ടിപ്സുമായിട്ടാണ് ഇവിടെ ഞാൻ വന്നിരിക്കുന്നത്. 3 ഹെഡിങ്ങുകൾക്ക് കീഴെ 5 ടിപ്സാണ് ഞാൻ പറയുന്നത്. എന്താണ് ആ 3 ഹെഡിങ്ങുകൾ? 1 എത്തിക്സ്, 2 ടൈം മാനേജ്മെൻറ്റ്, 3 മാസ്റ്ററി. എത്തിക്സ്. ജീവിതത്തിലെ ഏതൊരു മേഖലയിലും നമ്മൾ വിജയിക്കണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ പ്രവർത്തിക്കുന്ന മേഖല കൊണ്ട് മറ്റുള്ളവർക്ക് ഉപകാരമുണ്ടാകണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ധാർമ്മിക മൂല്യങ്ങൾ ആവശ്യമാണ്. അതാണ് ആദ്യത്തെ ടിപ്പിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ലേൺ ഫ്രം ദ ക്വാളിറ്റീസ് ഓഫ് ഗ്രേറ്റ് മെൻ. മഹാത്മാക്കളായിട്ടുള്ള ആളുകളുടെ ഗുണങ്ങളെ പഠിക്കുകയും അത് ജീവിതത്തിലേക്ക് പകർത്തുകയും ചെയ്യുക. മഹാന്മാർ എന്നുദ്ദേശിച്ചത് നമുക്ക് ചുറ്റുമുള്ള ആരുമാവാം. നമ്മൾ അറിയാൻ ശ്രമിക്കുന്ന, നമ്മുടെ അറിവിന് വിഷയമായിട്ടുള്ള, നമ്മൾക്ക് തോന്നില്ലേ ചില സമയത്ത് ഇവരുടെ വ്യക്തിത്വം എത്ര നല്ലതാണ് എന്ന്. അങ്ങനെയുള്ള ഏത് വ്യക്തിയെയും അവരുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്ന ഗുണത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താൻ ശ്രമിക്കാം. മഹാന്മാർ എന്നുദ്ദേശിച്ചത് പ്രസിദ്ധിയെ വെച്ചുകൊണ്ടല്ല. ചില വിശിഷ്ട വ്യക്തിത്വങ്ങൾ അവർ പ്രസിദ്ധരാവണമെന്നൊന്നുമില്ല. പക്ഷേ അവരിൽ നിന്ന് പഠിക്കേണ്ട ഒരുപാട് ഗുണങ്ങളുണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള ആളുകളുടെ ഗുണങ്ങളെ മനസ്സിലാക്കി അവ ജീവിതത്തിലേക്ക് പകർത്താൻ ശ്രമിക്കുക. നമ്മുടെ സ്വഭാവത്തെ വിലയിരുത്തി എന്തൊക്കെ മാറ്റങ്ങളാണ്, ഞാൻ കുറച്ചുകൂടി നന്നാവാൻ എന്തൊക്കെ മാറ്റങ്ങളാണ് എൻ്റെ സ്വഭാവത്തിൽ വരുത്തേണ്ടത് എന്ന് ചിന്തിക്കുക, അത് മാറ്റുക. അടുത്തത് ടൈം മാനേജ്മെൻറ്റാണ്. തിങ്ക് സ്മാർട്ട്ലി അബൌട്ട് യുവർ ഗോൾ. ഇതാണ് രണ്ടാമത്തെ ടിപ്പ്. എല്ലാവർക്കും ഓരോരോ ലക്ഷ്യങ്ങളുണ്ടാകും അല്ലേ? ലക്ഷ്യങ്ങളുള്ളവർ തന്നെയാണ് ഇങ്ങനെ ടിപ്സിന് വേണ്ടിയിട്ട് ഒക്കെ സെർച്ച് ചെയ്യുന്നതും അല്ലേ? അപ്പോൾ ആ ലക്ഷ്യം, എനിക്കൊരു ലക്ഷ്യമുണ്ട്, എന്നും ഞാൻ കുറേശ്ശെ അതിനു വേണ്ടി ജോലി ചെയ്യുന്നുണ്ട്, എന്നെങ്കിലും ഞാൻ ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരും എന്ന ചിന്തയോടുകൂടി പ്രവർത്തിച്ചിട്ട് ഒരു കാര്യമില്ല. വർഷങ്ങൾ കടന്നു പോകുന്നത് അറിയില്ല. അതുകൊണ്ട് ഒരു ടൈം ലിമിറ്റ് വെച്ചുകൊണ്ട് ഞാൻ ഇന്ന ടൈമിൽ ഇത്രയും വർഷത്തിനുള്ളിൽ അല്ലെങ്കിൽ ഇത്രയും മാസത്തിനുള്ളിൽ ഞാൻ ഉദ്ദേശിച്ച ഗോൾ ഞാൻ നേടിയെടുക്കും. അതിനുവേണ്ടി ഞാൻ ഒരു ദിവസം എത്ര വർക്ക് ചെയ്യണം എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കി, ഉദാഹരണത്തിന് ഒരു PhD ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇത്ര വർഷത്തിനുള്ളിൽ അത് കംപ്ലീറ്റ് ചെയ്യും എങ്കിൽ ഞാൻ ഈ ഓരോ ദിവസവും എത്ര മണിക്കൂർ പണിയെടുത്താലാണ് ഒരു മാസം എനിക്ക് ഒരു ഘട്ടം വരെ പൂർത്തിയാക്കാൻ സാധിക്കുക എന്നുള്ള രീതിയിൽ ചിന്തിച്ച് സ്മാർട്ടായി പ്രവർത്തിച്ചാൽ മാത്രമേ നമുക്ക് നമ്മുടെ ഗോള് ഉദ്ദേശിച്ച ടൈമിനുള്ളിൽ പൂർത്തിയാക്കാൻ സാധിക്കുകയുള്ളൂ. ആ ഗോള് നേടുന്നത് കൊണ്ട് നമുക്ക് ഭാവിയിൽ ഉപകാരമുണ്ടാകണമെങ്കിലും അത് കുറേ നാളിങ്ങനെ നീട്ടിക്കൊണ്ടുപോയിട്ട് കാര്യമില്ല. മൂന്നാമത്തെ ടിപ്പ്, മേക്ക് എ ടൈം ടേബിൾ ദാറ്റ് സ്യൂട്ട്സ് യുവർ സിറ്റുവേഷൻ. അപ്പോൾ ഇതിനെല്ലാം അടിസ്ഥാനമായിട്ട് നമ്മൾ ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്യണം. ഒരു ദിവസം ഞാൻ എത്ര സമയം വർക്ക് ചെയ്യണം ഇന്ന കാര്യത്തിന് വേണ്ടി. അപ്പം അതിന് ഒരു ടൈം ടേബിൾ ഉണ്ടാക്കണമെങ്കിൽ ഓരോരുത്തരുടെയും ജീവിതം സാഹചര്യം വ്യത്യസ്തമായിരിക്കും. ആ ജീവിത സാഹചര്യം അനുസരിച്ച് എത്ര ടൈം എനിക്ക് ഒരു ദിവസം വർക്ക് ചെയ്യാൻ കിട്ടും എന്ന് കണ്ടുപിടിച്ച് ഒരു ടൈം ടേബിൾ അവനവന് യോജിച്ച രീതിയിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് പ്രാക്ടിക്കലായിട്ടുള്ള കാര്യം. ഇനി അടുത്തത് മാസ്റ്ററി. 4ാമത്തെ ടിപ്പാണ് ഗെയിൻ ഇൻ ഡെപ്ത് നോളജ് ഇൻ യുവർ സബ്ജക്റ്റ്. നിങ്ങൾ ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളാണെങ്കിലും ആ മേഖലയിൽ പരമാവധി ആഴത്തിലുള്ള അറിവ് നിങ്ങൾക്കുണ്ടാക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ മേഖലയിൽ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. ഉദാഹരണത്തിന് ഒരു ടീച്ചറാണെങ്കിൽ ആ ടീച്ചർ ആ വിഷയത്തിൽ പരമാവധി നോളജ് നേടിയെടുക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ ആ ടീച്ചിങ് പ്രൊഫഷനിൽ അദ്ദേഹത്തിന് വിജയിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. കീപ് യുവർ സെൽഫ് അപ്ഡേറ്റഡ്. ഇനി ഏത് പ്രൊഫഷനിൽ ഇരിക്കുന്ന ആളാണെങ്കിലും പൊതുവായിട്ടുള്ള പല കാര്യങ്ങളും അപ്ഡേറ്റായിട്ട് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അതായത് നിത്യേന നമ്മുടെ സമൂഹത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ ഇതെല്ലാം അറിഞ്ഞിരിക്കണം.